മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നൈലോൺ ട്യൂബാണ് ഈ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരുന്നത്. ഈ നൈലോൺ ട്യൂബ് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ കണക്ഷൻ വിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിന് കടയിൽ പോയിട്ട് നമ്മൾ വേറെ ഒരു സാധനം വാങ്ങി പെട്ടെന്ന് തന്നെ നൈലോൺ ട്യൂബ് പുതിയതൊരെണ്ണം വാങ്ങി ഫിറ്റ് ചെയ്യും. പക്ഷേ നമുക്കിത് എളുപ്പത്തിൽ നമുക്കിത് റിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ഇതിൻ്റെ വളരെ എളുപ്പത്തിൽ നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനം ഇവിടെ നിന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഫ്ലഷ് ടാങ്കിൽ നിന്ന് തന്നെ നമ്മൾ കണക്ഷൻ റിമൂവ് ചെയ്തെടുക്കുക. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക. അതിൻ്റെ ഉള്ളിലൊരു വാഷർ ഉണ്ടാവും, ചാടി പോകാണ്ട് നോക്കുക. അതാണ് ആ ബ്ലാക്ക് കളറിൽ നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങേ സൈഡിൽ നിന്നാണ് അത് ജസ്റ്റ് ഊരി പോന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഊരാൻ നോക്കിയാൽ അത് നടക്കില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് നേരെ ആക്കണം. അപ്പം ഇത് ഈ ഒരു രീതി ഫിറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ബുദ്ധിമുട്ട് വന്നത്. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഊരിയെടുക്കാൻ. അപ്പോൾ നമ്മൾ ഫ്ലഷ് ഊരുകയല്ലാണ്ട് നമുക്ക് മാർഗ്ഗമില്ല ഒന്ന് തിരിച്ചെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഊരി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പൈപ്പ് റേഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഉള്ള നിലവിലിപ്പോൾ ഇരിക്കുന്നതിൻ്റെ ഒരു ചെറിയ പൊസിഷൻ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ പൈപ്പ് റേഞ്ച് ഇട്ടിട്ട് നമുക്ക് അത് തിരിച്ച് നേരെ ഇതിൻ്റെ പൊസിഷൻ മുകളിലേക്ക് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് ആദ്യമേ ഇതിൻ്റെ നൈലോൺ ട്യൂബിൻ്റെ വിട്ടുപോയ കണക്ടർ നമുക്ക് ഊരിയെടുക്കാം. ടാപ്പിൽ നിന്ന് നമ്മളത് ഊരിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കത് അല്പം ഒന്ന് തിരിച്ച് നേരെയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യൽ എളുപ്പമായിരിക്കും. അപ്പോൾ പൈപ്പ് റേഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മളൊന്നുകൂടി ഒന്ന് കറക്കി മുകളിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഈ ഒരു രീതി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് പോയിട്ട് പുറത്തൊന്ന് പോയിട്ട് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് തട്ടി കൊടുക്കുക. നമ്മൾ നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് കിട്ടുമെന്ന് നോക്കുക. ഇച്ചിരി ടൈറ്റ് ആയിരിക്കും, കാരണം വാഷർ ടൈറ്റ് ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തട്ടി കൊടുത്തിട്ട് വരുന്നില്ലെങ്കിൽ ഇതേപോലെ നീളമുള്ള ഒരു സ്ക്രൂ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊന്നിട്ടിട്ട് ഉണ്ടോ ഇതതിൻ്റെ വാഷർ ടൈറ്റായി പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നീളമുള്ളൊരു സ്ക്രൂ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് കയറ്റിയിടാം കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു പ്ലയർ ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വലിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഊരി കിട്ടും. അല്ലേ, ഊരിങ്ങ് പോന്നിട്ടുണ്ട്. ഓക്കെ, ഇതതിൻ്റെ വാഷറാണ് വരുന്നത്. ആ വാഷർ നമ്മൾ ടൈറ്റാക്കാൻ നേരത്തെ ഇട്ടാൽ മതി. കണ്ടില്ലേ, ഈ ഒരു സാധനത്തിലേക്കാണ് ഈ നൈലോൺ ട്യൂബിൻ്റെ ഇത് ഊരിപ്പോയതുകൊണ്ടാണ് പ്രശ്നം. അതിനാണ് നമ്മളിപ്പോൾ പുതിയത് വാങ്ങാനൊക്കെ പോകേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇച്ചിരി ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറ്റാം. ഇത് നല്ല ടൈറ്റ് വരുന്നുണ്ട്. ഇത് എന്തോ പിള്ളേർ പിടിച്ച് വലിച്ചുകൊണ്ട് ഊരിപ്പോയതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഈ ട്യൂബ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ഇതേപോലെ അടിച്ച് പിന്നെയും കയറ്റിയിടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ അടിച്ച് കയറ്റാം. കയറുന്നില്ലെങ്കിൽ താഴേക്ക് പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അടിച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ അങ്ങ് കയറി കിട്ടും. കണ്ടോ, ഇത്ര പരിപാടിയുള്ളൂ. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് വാഷർ ഇട്ടതിന് ശേഷം നമുക്ക് ആ സാധനം ഉണ്ടോ ഇങ്ങനെ കയറ്റിയിടുക, വാഷർ ഇടുന്നു, നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇപ്പോൾ റിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, ഇതേപോലെ ഇട്ടു. ഇനി നമുക്ക് നേരെ പോയി അതിൽ കൊണ്ടുപോയി കണക്ട് ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ നമ്മുടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കും. ഇതേപോലെ അതൊന്ന് താഴേക്ക് വലിച്ചിട്ട് നമുക്ക് ടൈറ്റാക്കി ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. അപ്പം ഇനി നമ്മളിത് ഫിറ്റ് ചെയ്യുകയാണ്. ഇത് കറക്റ്റ് നമ്മുടെ ആംഗിൾ കോക്കിലേക്ക് കറക്റ്റ് വെച്ചിട്ട് വാഷർ ഇട്ട ശേഷം നമ്മൾ ഇതേപോലെ ടൈറ്റാക്കി ഒരു സൈഡ് കൊടുക്കുന്നു. കൈക്ക് തിരിച്ചാൽ മതി, പൈപ്പ് റേഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. കൈക്കുള്ള ടൈറ്റിൽ മതി. ഈ ഒരു ടൈറ്റിൽ നിന്നാൽ മതി. ഇനി മറ്റേ നമ്മൾ ഫ്ലഷ് ടാങ്കിലേക്ക് നമ്മൾ കൊടുത്തിടുക. ഫ്ലഷ് ടാങ്കിലെ ഇന്നറിലേക്ക് കൊടുത്തിടുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പൈപ്പ് ചെറുതായിട്ടൊക്കെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഒരു കാണാനൊരു ലുക്കിൽ ആക്കി നിർത്തി ഇതിലിട്ട് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഓക്കെ ആയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പുറ സൈഡിലൊന്ന് പിടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നൈലോൺ ട്യൂബ് കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഓണാക്കുക, വേറെ പ്രശ്നങ്ങളൊന്നും വരികയില്ല. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.